ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛന്റെ അഭിപ്രായം സസൂക്ഷ്മം വായിച്ചു. സിനഡ് ചേരുന്നതിന് മുൻപേ സിനഡിൻ്റെതായി പ്രചരിച്ചതും പിന്നീട് അഭിമന്യു തട്ടിൽ പിതാവും ബോസ്കോ പിതാവും തങ്ങളുടേതെന്ന് സമ്മതിച്ചതുമായ കത്തിന്റെ നടപടിക്രമത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയ മെത്രാന്മാരെ സിനഡിൽ നിന്നും പുറത്താക്കണമെന്നത്രേ. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛന്റെ അറിവിലേക്കായി സിവിൽ നിയമപ്രകാരം നടപടിക്രമത്തിലുള്ള കൃത്യത വളരെ പ്രധാനപ്പെട്ടതാണ്. കാനൺ നിയമത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പണ്ട് കൃത്യമായ തീയതി ഓർക്കുന്നില്ല, എന്നാൽ വളരെ പണ്ടത്തേതല്ല താനും പാലാരൂപതയിൽ കുറവിലങ്ങാട് ഇടവകയിൽ ഒരു അൽമായ സഹോദരന് സഭാപരമായ മരിച്ചടക്ക് നിഷേധിച്ചു. ആണ്ടുകുമ്പസാരം മുടക്കിയെന്നോ പള്ളിയിൽ വരുന്നില്ലെന്നോ മറ്റോ ന്യായവും പറഞ്ഞു. സംഗതി സിവിൽ കേസായി. പാലാ മുൻസിഫ് കോടതി പാലാ മെത്രാനച്ഛനും കുറവിലങ്ങാട് പള്ളി വികാരിയച്ഛനും എതിരെ കേസ് വിധിച്ചു. സഭാപരമായ മരിച്ചടക്കിന് നിഷേധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനായിരുന്നു ഉത്തരവ്. ബന്ധപ്പെട്ട കക്ഷികൾ നഷ്ടപരിഹാരം നൽകി തടിയൂരി എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് കോടതി പറഞ്ഞത് മരിച്ചടക്ക് നിഷേധിക്കുന്നതിന് മുൻപ് സഭാപരമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എതിർ കക്ഷികൾ പാലിച്ചില്ല എന്നാണ്. ഇങ്ങനെയൊരു ലീഗൽ മാക്സിം ഉണ്ട്. ഔദി ആൾത്തറാം പാർത്തം. നാച്ചുറൽ ജസ്റ്റിസിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമാണിത്. ഹിയർ ദി അതർ സൈഡ് ഓർ ലെറ്റ് അതേഴ്സ് ബി ഹേർഡ്. ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലും കോടതി ഒരാളെ കുറ്റക്കാരനായി വിധിച്ചാലും ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് വീണ്ടും അയാൾക്ക് പറയാനുള്ളത് കേൾക്കും, കേട്ടിരിക്കണം, അത് രേഖപ്പെടുത്തുകയും വേണം. അഭിമന്യരായ 5 പിതാക്കന്മാരും മേജർ ആർച്ച് ബിഷപ്പിന് എഴുതിയ കത്തിൽ തങ്ങളുടെ രൂപതകളിൽ സിനഡ് കുർബാനയാണ് അർപ്പിക്കുന്നതെന്നും സിനഡിന്റെ തീരുമാനങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്നു എന്നും മാർപ്പാപ്പയോടും പരിശുദ്ധ സിംഹാസനത്തോടും സിനഡിനോടുമുള്ള തങ്ങളുടെ ബന്ധം അചഞ്ചലമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നും പ്രഖ്യാപിച്ചിട്ടും അവരെ സിനഡിൽ നിന്നും പുറത്താക്കണം പോലും. മെത്രാൻ എന്നല്ല, ഒരു അൽമായനായിരിക്കുവാൻ പോലും അവർക്ക് യോഗ്യതയില്ലത്രേ. പ്രിയ അച്ഛ, അവരാരും ഓടുപൊളിച്ച് സിനഡിലേക്ക് ഇറങ്ങി വന്നവരല്ല. മാർപ്പാപ്പയും സിനഡും അംഗീകരിച്ചിട്ടല്ലേ അവർ മെത്രാന്മാരായത്? മാർപ്പാപ്പയുടെയും സിനഡിന്റെയും തീരുമാനം ഇവരെ മെത്രാന്മാരാക്കാൻ കൈക്കൊണ്ടത് തെറ്റായിരുന്നു എന്നാണോ അച്ഛൻ പറയുന്നത്? അപ്പോൾ അച്ഛനല്ലേ ശരിക്കും മാർപ്പാപ്പയോടും സഭാ സിനഡിനോടും മറുതലിക്കുന്നത്? അച്ഛനെ ഞാൻ വിധിക്കുകയല്ല. അച്ഛൻ ക്രിസ്തുവിന്റെ മനോഭാവം സ്വന്തമാക്കിയിട്ടില്ല. വിശുദ്ധ ബൈബിളിനെയും സഭാ പാരമ്പര്യത്തെയും സൂക്ഷ്മ വായനയ്ക്കും പഠനത്തിനും വിധേയമാക്കിയിട്ടുമില്ല. മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവർക്ക് വേണ്ടി നിലകൊണ്ട ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാനിച്ചിട്ടില്ല. കഷ്ടം. ഫാദർ, മാർപ്പാപ്പ പോലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മാർപ്പാപ്പ തന്നെ അൾട്ടിമേറ്റം പ്രഖ്യാപിച്ച് തന്നെ സന്ദർശിച്ച പെർമനന്റ് സിനഡ് പിതാക്കന്മാർ വശം കത്ത് കൊടുത്ത് വിടുമായിരുന്നല്ലോ. മാർപ്പാപ്പ പറഞ്ഞത് ഒരു സ്വയം ഭരണാധികാര സഭയായ സീറോ മലബാർ സഭ തന്നെ സിനഡ് കൂടി സംഭാഷണത്തിലൂടെ തീരുമാനത്തിലെത്തണമെന്നാണല്ലോ. അപ്പോഴാണ് ഇവിടെ സിനഡ് കൂടുന്നതിന് മുൻപേ തീരുമാനം വന്നിരിക്കുന്നത്. ആ തെറ്റിനെയാണ് 5 പിതാക്കന്മാരും ചൂണ്ടിക്കാണിച്ചത്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അക്കാര്യം ബോധ്യപ്പെടും. പിന്നെ റൂബ്രിക്സിന്റെ കാര്യം, റൂബ്രിക്സിനെ റൂബ്രിക്സ് എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും അച്ഛ? വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് എന്നെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നൊന്നും അഭിമന്യ പാമ്പ്ളാനി തിരുമേനിയോട് പറഞ്ഞു കളഞ്ഞേക്കരുതേ അച്ഛ. 60 വയസ്സായി, ആരോഗ്യവും ക്ഷയിച്ചു വരുന്നു. സുവിശേഷത്തിൽ പറയുന്നത് പോലെ കിളയ്ക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരിക്കുവാൻ ഞാൻ നാണിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം. ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഒരു ഫൊറോനപ്പള്ളി കിട്ടിയത്, വെരി റെവറന്റ് ആയത്. ചതിക്കല്ലേ പ്ലീസ്. ജോർജ് അച്ഛൻ, കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോനപ്പള്ളിയിൽ നിന്നും.